ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഗ്ലാച്ചീന മൈസേൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒലിവറിൻ്റെ 3rd ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുവാണ്. അപ്പോൾ ബിഫോർ എന്താണ് എല്ലാ പ്രാവശ്യം പോലെ ഡെക്കറേഷനാണ് നമ്മൾ തന്നെയാണ് കേട്ടോ എപ്പോഴും ചെയ്തിരിക്കുന്നത്. ബർത്ത്ഡേ കിച്ചൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. കിച്ചനാണ് ആ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. Birthday. It's my birthday. 1, 2, 3. Tea birthday. നമ്മുടെ തീം വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കും ഗോൾഡും ചേർന്നിട്ടുള്ള ഒരു തീമാണ്. എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഞങ്ങളുടെ ഡ്രസ്സ് എല്ലാം ഞങ്ങൾ ബ്ലാക്കിൽ തന്നെയാണ് കേട്ടോ ആക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് കേക്ക് കട്ടിങ്ങും പ്രെയറും എല്ലാം ഒരു വൈകുന്നേരം ടൈമിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും ചിത്തും ഒക്കെ വരും. ഇപ്പം ഞങ്ങളുടെ പാരൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര അധികം ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നല്ല രീതിക്കുള്ള ഡെക്കറേഷൻസ് ഒക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ആ രീതിക്ക് നിന്ന് നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഒലിവറിൻ്റെ ബർത്ത്ഡേയും കൂടെ ആണല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് ഒലിവറിൻ്റെ 3 ബർത്ത്ഡേയും ആ ഒരു ഇതിൽ തന്നെയാണ് കൊണ്ടുവന്നത്. ഓരോരോ ബർത്ത്ഡേക്ക് ഓരോരോ കളറ് കൊണ്ടുവന്നാൽ അതേപോലത്തെ സെയിം ഡ്രസ്സ് നമുക്ക് 3 പേർക്കും ആവും. നല്ല ഫോട്ടോസ് കിട്ടും. എല്ലാം നല്ല ഇതാവുന്ന. എന്നാൽ ഈ ഡെക്കറേഷൻസ് കുറച്ച് പണിയിലുണ്ട്, എന്നാൽ സിമ്പിളുമാണ്. ഡാഡി ഈ ഡെക്കറേഷൻ സെറ്റിൻ്റെ കൂടെ കിട്ടിയ ആ ബർത്ത്ഡേയുടെ ടാഗാണ് കേട്ടോ അത്. പക്ഷേ അതതിന് സ്യൂട്ടാവാത്തത് കൊണ്ട് എൻ്റെ കുറേ ബർത്ത്ഡേയുടെ കളക്ഷൻസും ടാഗുകളും ഒരുപാടുണ്ട്. ഇങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യം സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ കളക്ഷൻസ് ഇപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെലക്റ്റീവായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഒലിവർ ജോത്ത് എന്നൊക്കെ എഴുതാൻ നമ്മൾ ആ ഓരോന്ന് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ ഐഡിയാസിലാണ് അവൻ്റെ പേര് അവിടെ എഴുതാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. എല്ലാം പിന്നെ ഫാസ്റ്റായിരുന്നു. ഒലിവറിൻ്റെ ഗെറ്റ് റെഡി വിത്തൊക്കെ കുറച്ച് നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവൻ്റെ കൂടെ നിന്ന് എൻജോയ് ആയിപ്പോയി. അവന് പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ നമ്മളൊരു ഇട്ട് കൊടുക്കുമ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യില്ല. ഇപ്പോൾ ചെറിയൊരു എന്തിട്ടാലും ഇപ്പോൾ ഒരു വാച്ച് ഇട്ടാലും ഇത് വാച്ച്, ഉടുപ്പ്, ഷൂ അങ്ങനെയൊക്കെ അവൻ പറയുന്നതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ അങ്ങ് എൻജോയ് ആയി. അതിൽ കേക്കെല്ലാം മേടിച്ചു. ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ തുടങ്ങുകയാണ്. സ്നേഹമുള്ള സഭാശുശ്രൂഷകർ, ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന സഭയിലെ വിശ്വാസികൾ, കഴിഞ്ഞാണ് ഞാനൊരു ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് എൻ്റെ വീട് വെച്ചതിൻ്റെ തറക്കല്ലിട്ട ദിവസം ഏപ്രിൽ 8 കുറേ നാൾ കഴിഞ്ഞാണ് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ അതേ ഡേറ്റ് വന്നു. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. മോൻ ജനിച്ചത് ഈ ഡേറ്റ് ആണെന്ന് പിന്നെ ഞാൻ വീട്ടിനകത്തൊരു കല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. വീട് ഫൗണ്ടേഷൻ ചെയ്ത ദിവസവും പാലിയാഴ്ച ഡേറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മ വരാൻ സാധിച്ചു. ആ ഒരു ദിവസത്തിൽ തന്നെ കുടുംബത്തിൽ ഒരു അംഗം കൂടെ ജനിച്ചപ്പോൾ നമുക്കത് ഓർക്കാനുള്ള ഒരു പ്രചോദനമായി എന്നുള്ളത് സന്തോഷമാണ്. നീ തിരിഞ്ഞു നോക്കരുത്, മുന്നിലോട്ട് തന്നെ പോകുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അത് പഴയ നിയമവേദഭാഗത്തിൽ. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, ലേഖന ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഉയരത്തിലുള്ളത് കാണുക, പുതിയ ചിന്തകൾ ചിന്തിക്കുക, ഉയരത്തിലുള്ള നല്ല ചിന്തകൾ ചിന്തിക്കുക. ആ ഒരു പ്രക്രിയ നമ്മളുണ്ടാകും എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. അത് കൂടുതലുള്ള ഫ്രണ്ട്സിൻ്റെ ആയാലും എൻ്റെ കൊളീഗ്സിൻ്റെ ആയാലും കുറേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. അപ്പം അതേപോലെ തന്നെ എൻ്റെ ഡിസംബറിലെ ബർത്ത്ഡേയും ഭയങ്കര ഗ്രാൻഡ് ബർത്ത്ഡേ ആയിരുന്നു. ബാംഗ്ലൂർ വെച്ചായിരുന്നു. ചാൻസ് ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ വന്നിരിക്കുന്നവർക്കും ദിവസം ഈസ്റ്റർ ഡേ നല്ല ദിവസം ബർത്ത്ഡേ കൂടെ ആകാം എന്നൊരു തീരുമാനവുമായിട്ട് ഫാമിലിയുടെ ആദ്യത്തെ വർഷമാണ്. ജൂണിൽ അവന് പ്ലേ സ്കൂളിൽ കയറുവാണ്. അധ്യയന വർഷം അല്ലെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്ന ഒരു ബർത്ത്ഡേ ആണ് ഏറ്റവും പ്രത്യേകമായിട്ട് ഈ 3 വയസ്സിനെടുത്ത് പറയാം.
ഒലിവറിൻ്റെ ഈ 3rd ബർത്ത്ഡേയിലാണ് കേട്ടോ അവൻ ഇനി പഠിക്കാനായിട്ട് പ്ലേ സ്കൂൾ അങ്ങനെയൊക്കെ അവൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷസൊക്കെ ആയിരുന്നു എല്ലാവരും കൊടുത്തത്. പിന്നെ അതിനുശേഷമായിരുന്നു ഫോട്ടോ എടുക്കാൻ മനുവണ്ണൻ വന്നത്. ഞങ്ങൾക്ക് എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ മനുവണ്ണനാണ്, ഞങ്ങളുടെ നിയർ ആയിട്ടുള്ള. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഒലിവറിന് വേണ്ടി എടുത്തു കൊടുക്കുകയാണ്. അത്രയും വേണ്ട ഇതാത്തോ ആ ക്യാമറ നോക്കിയാൽ നല്ല ചിരിച്ച് കഴിക്കും, നല്ല ചിരിച്ച് കഴിക്കും. നിങ്ങൾ ചിരിച്ച് തന്നെ നോക്കും. ആ നല്ല ചിരിച്ച് നല്ല ചിരിച്ച് ബ്രോ, നല്ല ചിരിച്ച് ബ്രോ, നല്ല ചിരിച്ച്. ഓക്കെ പറയാം. ആ ഫുഡ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഫുഡ്. റൈസ്, പിന്നെ സ്വീറ്റായിട്ട് ഞങ്ങൾ പായസവും അല്ലാണ്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ എല്ലാം തുറന്ന് നോക്കി. ഇത് ഒലിവറിൻ്റെ സൈക്കിള് വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും ജിത്തൊക്കെ കൊണ്ടുവന്നതാണ്. തുറക്ക്. സൂപ്പർ എന്ന് പറ. ഓട്ടിച്ച്. ഇനി കുറച്ച് ഫോട്ടോസ് അല്ലാത്ത കുറച്ച് ക്ലിപ്പുകളൊക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒലിവറിൻ്റെ 3rd ബർത്ത്ഡേ. ഇനി അടുത്ത ബർത്ത്ഡേ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ ഓരോ ബർത്ത്ഡേക്കും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എക്സാക്റ്റ് ഫോട്ടോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അഖിലാജീന മൈസേൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം, അല്ലെങ്കിൽ ഉൽവർജു ആദം എന്ന ഇൻസ്റ്റയിൽ നോക്കാം. ഫോട്ടോസൊക്കെ അതിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖിലാജീന മൈസ്റ്റേ. Good.